അതിജീവനത്തിനായി മുനമ്പത്തെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റിലേ നിരാഹാര സമരം 100-ലധികം ദിനങ്ങൾ പിന്നിട്ട് മുന്നേറുകയാണ്. വഖഫ് ബോർഡ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദങ്ങളെല്ലാം പിൻവലിച്ച് മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങളെയെല്ലാം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കുവാനുള്ള നീക്കത്തിലായിരുന്നു മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് തങ്ങളെ വികാരം കൊള്ളിക്കാൻ വന്നവരുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞ മുനമ്പം ജനത മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെങ്കിൽ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് സ്വന്തം ഭൂമിക്ക് കരമടയ്ക്കുവാനും അധിനിവേശ ശല്യമില്ലാതെ അവിടെ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള സാവകാശം ലഭ്യമാക്കണമെന്നുമുള്ള ആവശ്യങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. ഒപ്പം ഇന്ത്യ ആകെ വഖഫ് ക്രൂരതയുടെ ഇരകളായി കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യർക്കും നാളെ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള വഖഫ് അധിനിവേശ സാധ്യതകളെയും പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബില്ല് പാസാക്കുകയും വേണമെന്ന നിർബന്ധ ബുദ്ധിയോടെ സമരം ശക്തമാക്കി മുന്നേറുകയായിരുന്നു. അതിനിടയിലാണ് അവരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിക്കൊണ്ട് പ്രസ്തുത ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി 10-നെതിരെ 16 വോട്ടുകൾ കൊണ്ട് ബില്ലിന് അംഗീകാരം നൽകിയത്. കണ്ണായ ഭൂമികൾ കാണുമ്പോൾ അത് കയ്യാളിയെടുക്കുവാനുള്ള അങ്ങേയറ്റം ഹീനമായ തന്ത്രങ്ങളായും അത്തരം അധിനിവേശങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന അന്യായങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുവാനുള്ള പരമാധികാരം പരമോന്നത നീതിപീഠത്തിനും അപ്പുറത്ത് വഖഫ് ട്രൈബ്യൂണലിനെയും ഏൽപ്പിച്ചുകൊണ്ടും 1995-ലെ നരസിംഹറാവു സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടി നടപ്പിലാക്കിയ അന്ധമായ ഇസ്ലാമിക പ്രീണനമായിരുന്നു വഖഫ് ബില്ലിലെ ഭേദഗതി. അത് പരമാവധി മുതലെടുത്തുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വഖഫ് ബോർഡ് നടത്തിവന്ന അധിനിവേശ ശ്രമങ്ങളാണ് മുനമ്പത്തെ ജനങ്ങളെ നിരാഹാര സമരത്തിലേക്ക് തള്ളിവിട്ടത്. അതിപ്പോൾ രാജ്യമൊട്ടുക്കും ശ്രദ്ധിക്കത്തക്ക നിലയിൽ ബൃഹത്തായ ഒരു മനുഷ്യാവകാശ സമരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് അധിനിവേശ ക്രൂരതകളുടെ ഇരകളായി സ്വന്തം മണ്ണിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോൾ JPCയുടെ ഈ അതിനിർണായകമായ തീരുമാനം വലിയ പ്രതീക്ഷയും ആശ്വാസവുമായി മാറിയിരിക്കുകയാണ്. ഏതായാലും സമരം മുന്നേറുന്നതിനിടയിലാണ് മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾ മുന്നേ 3 മാസം കൊണ്ട് പരിഹരിക്കാമെന്നുള്ള ഉറപ്പുമായി സർക്കാർ ഇറക്കിയ രാമചന്ദ്രൻ കമ്മീഷൻ വെറും തട്ടിപ്പായിരുന്നു എന്നുള്ള സർക്കാർ വക ചതി വെളിപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഇടപെടൽ വിഷയത്തിലുണ്ടായത്. വഖഫ് കേന്ദ്ര സർക്കാരിന്റെ വിഷയമായതിനാൽ കമ്മീഷനെ വെക്കാൻ കേരള സർക്കാരിന് അധികാരമുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി 3 മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രസ്താവന ഇറക്കിയ സർക്കാർ പറഞ്ഞത് പ്രശ്നം പരിഹരിക്കാനല്ല കാര്യങ്ങൾ പഠിക്കാനാണ് കമ്മീഷനെ വെച്ചതെന്നായിരുന്നു. കാണിച്ചത് വെറും പ്രഹസനമായിരുന്നില്ലേ എന്ന കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവർ നിന്ന് ചൂളുന്ന കാഴ്ചകളാണ് കണ്ടത്. ഏതായാലും സർക്കാരിന്റെ കപട സ്നേഹത്തിന്റെ ചക്കര വാക്കുകളിൽ വീണു പോകാതെ സമരം തുടർന്നതിനാൽ മുനമ്പം ജനത വഞ്ചിക്കപ്പെട്ടില്ല. വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാർക്കും ഭൂസംരക്ഷണ സമിതി കത്തയക്കുകയുണ്ടായി. നിലവിലുള്ള വഖഫ് നിയമത്തിലെ 3, 36, 40, 52, 83, 84, 107, 108 എന്നീ സെക്ഷനുകൾ ഭരണഘടനയ്ക്കും മതേതരത്തിനും എതിരാണെന്നും ഭൂസംരക്ഷണ സമിതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. 2024 ഒക്ടോബർ 12-ന് മുനമ്പം വേളാങ്കണ്ണി മാത പള്ളിമുറ്റത്ത് ആരംഭിച്ച സമരത്തെ പൊറാട്ട നാടകം കളികൊണ്ട് ഇടതരും വലതരും നിസ്സാരമാക്കിയപ്പോൾ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യസ്നേഹികളായ ആയിരങ്ങൾ പിന്തുണയുമായി എത്തി. കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MLA-മാർ, ബിഷപ്പുമാർ, സന്യാസ സമൂഹം, സാംസ്കാരിക നായകന്മാർ, വിവിധ സംഘടനകൾ എന്നിവരെല്ലാം സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം അറിയിച്ചു. സമരത്തിന്റെ 100-ാം ദിനത്തിൽ 24 മണിക്കൂർ രാപ്പകൽ സമരമായിരുന്നു. PC ജോർജ്, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവരൊക്കെ സമരത്തിൽ അന്ന് ഭാഗഭാക്കുകളായി. വൈകുന്നേരം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ
പേപ്പർ വീടുകൾ നിർമ്മിച്ച് തലയിലേറ്റി കടലോരത്ത് നിൽപ്പ് സമരം നടത്തുകയും സമരത്തിന് ഐക്യദാർഢ്യവുമായി മജീഷ്യൻ ഡോക്ടർ ജോൺ മാമ്പിള്ളി മാജിക് ഷോ അവതരിപ്പിക്കുകയും വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനമ്പം ജനത കത്തുകൾ അയക്കുകയും രാത്രി 7-ന് മുനമ്പം ജനത നേരിടേണ്ടി വന്ന അധിനിവേശങ്ങളെ വിവരിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഒരു ചതി എന്ന നാടകം മുനമ്പം ജനത അവതരിപ്പിക്കുകയും ചെയ്തു. മുനമ്പം സമരത്തിന്റെ നേതാവായ റോയ് കുരിശിങ്കലിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഈ നാടകം സമൂഹ മനസാക്ഷിക്ക് മുൻപിൽ ഇപ്പോൾ പ്രകമ്പനം കൊള്ളുകയാണ്. രാപ്പകൽ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കാമെന്ന് പ്രസ്താവിച്ചത് കേട്ട് ജനം കൈയടിച്ചുവെങ്കിലും അത് നിലപാടല്ല, വെറും പ്രഹസനമായിരുന്നുവെന്ന് തെളിയിക്കാൻ കോട്ടയം MP-ക്ക് ഒരു ദിവസമേ വേണ്ടി വന്നുള്ളൂ. പറഞ്ഞ വാക്കു വിഴുങ്ങി ഫ്രാൻസിസ് ജോർജ് ആരുടെയൊക്കെയോ കോപതാപങ്ങളിൽ നിന്ന് തടി രക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വളരെ വ്യക്തമാണ്, ഇതിനകത്തൊരു എന്താ പറയുക അവ്യക്തതയുടെയും കാര്യമില്ല. അടിസ്ഥാനപരമായി മുനമ്പത്തെ ഈ പറയുന്ന സ്ഥലം ഇത് വഖഫ് സ്ഥലമല്ല. 100% സത്യസന്ധമായി പറഞ്ഞാൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് മുസ്ലിം സഹോദരന്മാർ തന്നെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, ചിലരല്ല ആണെന്ന് പറയുന്നു. പക്ഷെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി. ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നത്, ഞങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണ്. നിങ്ങൾ എത്രയോ കാലങ്ങളായി ഇവിടെ ജീവിക്കുന്നു, ഇതിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയാം, ഞാനത് ആവർത്തിക്കേണ്ടതായിരിക്കും. ഏതായാലും മുനമ്പത്തെ ഇനി ഒരു ഇടത് വലത് രാഷ്ട്രീയക്കാരനും വെളുക്കെ ചിരിച്ചുകൊണ്ട് ചെന്ന് മുനമ്പങ്കാരെ സഹായിക്കാമെന്ന് പറയാൻ ഇനി അവസരമുണ്ടാവില്ല. കാരണം അവരുടെ വിടുവായ്ത്തരങ്ങൾ മുനമ്പം ജനത മനസ്സിലാക്കി കഴിഞ്ഞു. മുനമ്പം സമരത്തെ അധികാരികളുടെയും മാധ്യമങ്ങളുടെയും സഭയുടെയും ഒക്കെ ശ്രദ്ധയിൽ കൃത്യമായി എത്തിക്കുകയും അതിനുവേണ്ടി ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്ന മുനമ്പത്തിന്റെ സമര നായകനാണ് BJP-യുടെ നേതാവായ ഷോൺ ജോർജ്. 4 വോട്ടിന് വേണ്ടിയല്ല തങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികളുടെ കാപട്യത്തെ തുറന്നു കാട്ടുകയും മുനമ്പത്ത് നിന്ന് ആരെയും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന വഖഫ് അനുകൂലികൾ വേളാങ്കണ്ണി പള്ളിയുടെ പോലും ആധാരം കൈയാളിക്കൊണ്ടുള്ള അങ്ങേയറ്റം ഭീകരമായ അധിനിവേശത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ജനം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. രൂപവും ഭാവവും മാറി ക്രൈസ്തവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ശ്രമമാണ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലെ ചില തീവ്രവാദികളുടെ ശ്രമമെന്ന ഞെട്ടിക്കുന്ന സത്യവും ഷോൺ ജോർജ് തുറന്നു പറഞ്ഞു. ഇവിടെ 2 വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പണം കൊടുത്തു വാങ്ങിയ വസ്തുവിൽ നിന്നും ഇറങ്ങിപ്പോണ്ട ഗതികേടുള്ള ഒരു ജനത. 2, ആ ജനതയെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ഇവിടെ വന്ന് ഇവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവർ വോട്ട് വാങ്ങി ഡൽഹിയിലെത്തി. ഇവർക്കെതിരെ ആര് നിൽക്കുന്നു, ഇവർക്കെതിരെ ഏത് നിയമം നിൽക്കുന്നു, ആ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് രണ്ടാമത് നിൽക്കുന്നു. ഇവിടെ ഈ നിയമത്തെ, ഈ വഖഫ് ഭേദഗതി നിയമം എന്തുമാത്രം ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ഏറ്റവും കൃത്യമായി പറയുന്ന, ഏറ്റവും കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയമായി മുനമ്പം മാറിയിരിക്കുന്നു. ഇതില്ലായിരുന്നെങ്കിൽ, ഞാനിപ്പോ മുനമ്പത്തുനിന്ന് വന്ന പ്രിയ ചേച്ചിമാരോട് പറയുകയായിരുന്നു, നിങ്ങളുടെ വിഷയം ഈ രാജ്യത്തിന് തന്നെ ഒരു നന്മയുടെ കാരണമായി മാറുകയാണ്. ഇവിടെ BJP കൊണ്ടുവരുന്ന ഏതു നിയമത്തെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കാലാകാലങ്ങളായി കോൺഗ്രസിനോട് ചേർത്ത് നിർത്താൻ, ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തുവാൻ കാലാകാലങ്ങളായി ഇവർ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അതിന് ദൈവം കൊടുത്ത തിരിച്ചടിയുമാണ് ഇന്ന് ഈ വിഷയം ഇത്രയും സംഘർഷപൂരിതമായി, ഇത്രയും വലിയ വിഷയമായി ജനങ്ങളുടെ മുമ്പിൽ വന്നത്. ഈ മുനമ്പം വിഷയം വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ അവരോട് സൂചിപ്പിച്ചു, ഒരു പക്ഷേ ഈ നിയമത്തെയും വഖഫ് ഭേദഗതി നിയമത്തെയും ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തെയും ഈ കാട്ടാളന്മാർ, ഈ കള്ളന്മാർ ഈ രാജ്യത്ത് ഒരു തെറ്റായ നിയമമായി ചിത്രീകരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു കാര്യം മുനമ്പം നിവാസികൾക്ക് ഉറപ്പ് പറയുന്നു, അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർലമെന്റ് അംഗം പറഞ്ഞ ഉറപ്പല്ല,
ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണെങ്കിൽ ഒരു ശക്തിക്കും മുനമ്പത്തിന്റെ മണ്ണിൽ നിന്നും നിങ്ങളെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ കഴിയില്ല. അതിന് നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ ഒന്നും ഓച്ചാരം വേണ്ട. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ നിങ്ങളെ ആരും കൂടി ഒഴിപ്പിക്കില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി വരുന്ന 3 മാസത്തിനുള്ളിൽ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കും. അങ്ങനെ വഖഫ് ഭേദഗതി നിയമം പാസാക്കുമ്പോ അന്തസ്സായിട്ട് അഭിമാനത്തോടുകൂടി ആരുടെയും ഓച്ചാരമില്ലാതെ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വിൽക്കാനും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ബാങ്ക് ലോൺ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്ന രീതിയിൽ വഖഫ് നിയമത്തെ പൊളിച്ചെഴുതി ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ഉദ്ദേശത്തോടുകൂടി 2013 ഉൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തെ നരേന്ദ്രമോദി സർക്കാർ അത് ഭേദഗതി ചെയ്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരും. വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമായതിനാലും അവരുടെ നീക്കങ്ങളിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ ഉണ്ടെന്ന് സന്ദേഹിക്കുന്നതിനാലും കടുത്ത നടപടികൾക്കായി ഷോൺ ജോർജ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ BJP നേതാവായ ജഗദംബിക പാലിന്റെ നേതൃത്വത്തിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ നിരയിലെയും അംഗങ്ങളെ ചേർത്തുകൊണ്ട് രൂപീകരിച്ച JPC കൃത്യമായ 14 മാറ്റങ്ങളോടെ വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതോടെ മുനമ്പംകാരുടെ പ്രതീക്ഷകൾ മാനം മുട്ടുകയാണ്. ഫെബ്രുവരിയിൽ നടക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ബില്ലിന് അംഗീകാരം ലഭിക്കുന്നതോടെ അത് നിയമമായി മാറുകയും മുനമ്പത്തെ പാവങ്ങളുടെ സങ്കടങ്ങളിൽ കുതിർന്ന സഹന സമരം വലിയ വിജയമായി മാറുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ വലിയ പ്രതീക്ഷ. ബില്ലിലെ ഭേദഗതി അനുസരിച്ച് ഇനി ആരുടെയും ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാൻ വഖഫിന് കഴിയില്ലെന്ന് മാത്രമല്ല, ഇസ്ലാം മതത്തിൽ 5 വർഷത്തിൽ കുറഞ്ഞ കാലം അംഗങ്ങളായവരുടെ കയ്യിൽ നിന്ന് സംഭാവനകൾ കൈപ്പറ്റാനും അവർക്ക് കഴിയില്ല. പുതിയ ഭരണസമിതിയിൽ ഒരു കേന്ദ്രമന്ത്രി, 3 MP-മാർ, 2 മുൻ ജഡ്ജിമാർ, ദേശീയ പ്രശസ്തിയിലുള്ള 4 വ്യക്തികൾ എന്നിവരും ഉൾപ്പെടുന്നു. ഇവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നുള്ളവർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ബില്ലിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഒരു പുതിയ അനുഭവമായിരിക്കുമെന്നും വഖഫ് ഭരണ സമ്പ്രദായത്തിലെ എല്ലാത്തരം അപാകതകളും നീക്കാൻ അത് പര്യാപ്തമാണെന്നും JPC പ്രസ്താവിച്ചിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേൾക്കാൻ അവരുടെ വോട്ട് വാങ്ങി ജയിച്ച കേരളത്തിലെ അധികാരികൾക്കും കഴിഞ്ഞില്ല. പക്ഷേ തന്റെ ഭക്തരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന സർവശക്തനായ ദൈവം തന്റെ നീതി മുനമ്പം ജനതകൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.